മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. ഇംബ്രിക്കുഞ്ഞൻ വളരെ ചെറുതിനെ സൂചിപ്പിക്കാൻ ഭാഷയിൽ നിരവധി പ്രയോഗങ്ങളുണ്ട്. അവയിൽ സവിശേഷമായ ഒന്നാണ് ഇംബ്രിക്കുഞ്ഞൻ. തീരെ ചെറിയ കുട്ടി എന്ന അർത്ഥത്തിൽ കേരളത്തിൽ പലയിടത്തും ഇങ്ങനെ പ്രയോഗിക്കാറുണ്ടെങ്കിലും മലപ്പുറം, കോഴിക്കോട് പ്രദേശങ്ങളിലാണ് പ്രയോഗ തീവ്രത കൂടുതലുള്ളത്. ഭ്രൂണത്തെ സൂചിപ്പിക്കുന്ന എംബ്രിയോ എന്ന ആംഗല പദവുമായുള്ള നിരുക്തി ബന്ധം ഇവിടെ ഇണങ്ങുന്നതായി കാണാം. ഇംബ്രിക്കുഞ്ഞൻ ശൗര്യക്കാരൻ എന്നാണ് കടങ്കഥയിൽ കാന്താരിമുളകിൻ്റെ അപരനാമം. ഇത്തിരി പോന്നത്, ഇമ്മിണി, എള്ളോളം, ഇട്ടാവട്ടം തുടങ്ങി തീരെ ചെറുതിനെ പ്രതിനിധാനം ചെയ്യുന്ന സമാന പ്രയോഗങ്ങളും ഇവിടെ ഓർക്കാവുന്നതാണ്. എന്നാൽ ഇംബ്രിക്കുഞ്ഞ് സാധാരണയായി മനുഷ്യ ശിശുക്കളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. പൊടിക്കുഞ്ഞ് എന്നും പൊതുമലയാളത്തിൽ പറയാറുണ്ട്. എന്നാൽ കാണി സമുദായത്തിന് തീരെ ചെറിയ ശിശുവിനെ പരാമർശിക്കാൻ ഊളിപ്പിള്ള എന്ന തനതു പ്രയോഗമുണ്ട്. കോഴിക്കോട് പ്രദേശത്ത് കുട്ടി എന്നതിന് കുഞ്ഞൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. കാസർഗോട്ട് അത് കുഞ്ഞി എന്ന് തെല്ലു ഭേദത്തോടെ വിനിമയത്തിലുണ്ട്. സമുദായമനുസരിച്ച് ചില ഭേദങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. കുട്ടികളെ പൊതുവെ മുതുവാൻ സമുദായം കുഞ്ചിള് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്പൂതിരി സമുദായം കൊച്ചുകുട്ടികളെ കുഞ്ഞിക്കാവെന്ന് പരാമർശിച്ചിരുന്നു. എന്നാൽ ഉപനയനം കഴിഞ്ഞ ആൺകുട്ടികൾ കുഞ്ഞുണ്ണി എന്ന് അറിയപ്പെട്ടിരുന്നു. കുഞ്ഞ് വ്യക്തിനാമമായും പുനരുക്തിയോടെയും പ്രചാരത്തിലുണ്ട്. പൊടിക്കുഞ്ഞ്, കുഞ്ഞുകുട്ടി, കുട്ടിക്കുഞ്ഞ് തുടങ്ങിയ വ്യക്തിനാമങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ അടുത്ത കാലം വരെ സാധാരണമായിരുന്നു. എങ്കിലും ഇംബ്രിക്കുഞ്ഞൻ എന്ന പ്രയോഗം വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇണങ്ങുന്ന പ്രയോഗമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.